വെൽക്കം ടു നെക്സ്ട്രാ പ്രൊഫഷണൽ അക്കാദമി. ഇംഗ്ലീഷ് ഭാഷയെക്കുറിച്ചും ഇംഗ്ലീഷ് സാഹിത്യത്തെക്കുറിച്ചും കൂടുതൽ അറിയാനായി ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു വീഡിയോ വളരെ പ്രാധാന്യം ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം സോണറ്റ് എന്താണ്, ഏതെല്ലാം സോണറ്റുകളുണ്ട്, ആരുടെയൊക്കെയാണ് ഫേമസ് ആയിട്ടുള്ള സോണറ്റ്സുകൾ എന്നൊക്കെ നമ്മൾ കൂടുതൽ ഇംഗ്ലീഷ് സാഹിത്യം പഠിക്കുന്നവർക്കോ അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്നവർക്കോ അറിയണമെന്നുണ്ട്. ഇന്ന് നമ്മളുടെ വീഡിയോയിൽ സോണറ്റ് എന്താണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്താണ്, ആരൊക്കെയാണ് പ്രമുഖരായ സോണറ്റിയേഴ്സ് എന്നൊക്കെ നമ്മുടെ ഈ വീഡിയോയിൽ വ്യക്തമായി പറയുന്നുണ്ട്. നമ്മൾക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായി തന്നെ സോണറ്റ് എന്താണ് എന്നൊന്ന് അറിയണം. സോണറ്റ് എന്ന് പറയുന്നത് 14 ലൈൻസ് പോയം ആണ്. ഇതൊരു ഇറ്റാലിയൻ വേർഡിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. ഇറ്റ് ഡിറൈവ്ഡ് ഫ്രം ഇറ്റാലിയൻ വേർഡ് സോണറ്റോ വിച്ച് മീൻസ് ലിറ്റിൽ സോങ് ഓർ പോയം. ഇറ്റ് ഹാസ് ഫിക്സ്ഡ് റൈം സ്കീം. ഇറ്റ് യൂസസ് iambic pentameter. The writers of sonnettes are called sonnetteers. Then its origin. It is origin during 13th century in Italy. Francisco Petrarch is a famous Italian sonneteer. So, Italian sonnets is also known as Petrarchan sonnet. It has 8 lines plus 6 lines stanza. The 8-line stanza is known as octava and the 6-line stanza is known as sestet. The purpose of sonnets, Petrarchal sonnets, is introduce a problem or conflict or situation or desire. Sestet gives a solution to the purpose. The rhyme scheme of Petrarchan sonnets is A B B A, A B B A, C D E, C D E. The beginning line of the sestet is known as volta. That is 9th line poem or the sestet. The beginning of the sestet is known as volta. Then the Shakespearean sonnets, the most important sonnets. ഷേക്സ്പിയറിയൻ സോണറ്റിനെ നമ്മൾക്ക് കൂടുതലായിട്ട് പഠിക്കേണ്ടതുണ്ട്. കാരണം HSA, HSST, നെറ്റ്, സെറ്റ് തുടങ്ങിയ മത്സര പരീക്ഷകളിലെല്ലാം നമ്മൾക്ക് ഷേക്സ്പിയറിനെ ഒഴിച്ചുകൂടാൻ പറ്റില്ല. ഷേക്സ്പിയറിൻ്റെ സോണറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് നോക്കേണ്ടതുണ്ട്. കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിലെല്ലാം തന്നെ നോക്കുമ്പോൾ ഷേക്സ്പിയറിൻ്റെ സോണറ്റ് എന്താണ്, സോണറ്റിൻ്റെ റൈം സ്കീം എന്താണ്, അതിൻ്റെ പ്രത്യേകത എന്താണ് എന്നുള്ള ധാരാളം കാര്യങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഷേക്സ്പിയറിയൻ സോണറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് നോക്കാം. ഷേക്സ്പിയറിയൻ സോണറ്റിനെ നമ്മൾ ഇംഗ്ലീഷ് സോണറ്റ് എന്നോ എലിസബത്തൻ സോണറ്റ് എന്നോ ആണ് വിളിക്കുക. ഇത് 16th സെഞ്ച്വറിയിലെ സോണറ്റിനെ നമ്മൾ 16th സെഞ്ച്വറി സോണറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ബ്രിട്ടനിലെ, അത് ഫേമസ് ആക്കിയിരിക്കുന്നത് തോമസ് വ്യാട്ട് ആൻഡ് ഹെൻറി ഹോവാർഡാണ്. ഇത് പ്രത്യേകിച്ച് ഈ ഒരു സോണറ്റിന് നമ്മൾ പിന്നീട് അറിയപ്പെടുക ഷേക്സ്പിയറിയൻ സോണറ്റ് ആയിട്ടാണ്. കാരണം എലിസബത്തൻ ഏജിലെ പ്രമുഖനായിട്ടുള്ള ഒരു പോയറ്റായിരുന്നു ഷേക്സ്പിയർ. അതുകൊണ്ട് തന്നെ ആ സമയത്ത് എഴുതിയിരിക്കുന്ന സോണറ്റുകളെല്ലാം ഷേക്സ്പിയറിയൻ സോണറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിനെ നമ്മൾ പൊതുവായി വിളിക്കുന്ന പേര് ഇംഗ്ലീഷ് സോണറ്റ് എന്നും കൂടെയുണ്ട്. ദെൻ 154 സോണറ്റുകളാണ് ഷേക്സ്പിയർ എഴുതിയിരിക്കുന്നത്. 154 സോണറ്റോളം ഷേക്സ്പിയർ എഴുതിയിട്ടുണ്ട്. ഇത് എഴുതിയ കാലഘട്ടം എന്ന് പറയുന്നത് 1592 1609 ഇത് ഫസ്റ്റ് പബ്ലിഷ് ചെയ്തത്, ഷേക്സ്പിയറിൻ്റെ സോണറ്റ് ഫസ്റ്റ് പബ്ലിഷ് ചെയ്തത് 1609
തോമസ് തോർപ്പാണ്. തോമസ് തോർപ്പാണ് ഫസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. എഴുതിയ കാലം എഴുതിയ ഏജ് എന്ന് പറയുന്നത് 1609 ആണ്. ഇതൊരു സെറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരുന്നു. എന്നാണ് ഷേക്സ്പിയറിയൻ സോണറ്റ് ഫസ്റ്റ് പബ്ലിഷ് ചെയ്തത് എന്നാണെന്നുള്ളത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ദെൻ ഈ ഒരു സോണറ്റ്, ഷേക്സ്പിയറിയൻ സോണറ്റ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് മിസ്റ്റർ WH-നാണ്. ഈ WH ആരാണെന്ന് നമ്മൾക്ക് ഇതുവരെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. കാരണം പ്രത്യേകമായിട്ട് ആരെയാണെന്ന് ഷേക്സ്പിയർ പറഞ്ഞു വെച്ചിട്ടുമില്ല. ഇറ്റ് മേ ബി വില്യം ഹെർബർട്ട് ഓർ വില്യം റൈറ്റസ്ലി. ഈ വില്യം റൈറ്റസ്ലിയെ നമ്മൾ ഏൾ ഓഫ് സതാംപ്ടൺ എന്ന പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. ദെൻ ഷേക്സ്പിയറിൻ്റെ ഏറ്റവും മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള സോണറ്റ് എന്ന് പറയുന്നത് സോണറ്റ് 18 ആണ്. ദെൻ 1 to 126 സോണറ്റ് അഡ്രസ്സ് ചെയ്യുന്നത് യങ് മാൻ ആണ്. ദെൻ 127 to 152 സോണറ്റ് അഡ്രസ്സിങ് എ ഡാർക്ക് ലേഡി. Then 153 to 154 sonnet addressing Roman god of love ആണ്. That is Cupid or the celebration of love. ഈ ഒരു സോണറ്റിന് 3 നമ്പേഴ്സ് അടിസ്ഥാനത്തിൽ 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് അതിനെ നമ്മൾ ഓരോരുത്തരെ അഡ്രസ്സ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ദെൻ ആദ്യത്തെ 17 സോണറ്റ് നമ്മൾ പ്രൊക്രിയേഷൻ സോണറ്റ്സ് എന്നാണ് അറിയപ്പെടുക. ഇതിനൊരു ചാർട്ട്, ഒരു ടേബിളിൻ്റെ ഹെൽപ്പോട് നമുക്ക് നോക്കാം. ഒരു 10 സിലബിൾസ്, ഓരോ ലൈനിലും 10 സിലബിൾസ് വെച്ചുകൊണ്ട് ഇതിന് അയാംബിക് പെൻറ്റാമീറ്ററിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത 3 ക്വാർട്രെയിൻസ് ആൻഡ് കപ്ലെറ്റ് ആണ്. ദ റൈം സ്കീം ABAB CD EF GG. ഇതാണ് ഷേക്സ്പിയറിൻ്റെ സോണറ്റിൻ്റെ റൈം സ്കീം എന്ന് പറയുന്നത്. ദെൻ ഒന്നും കൂടെ നമ്മൾക്ക് ഈ ഷേക്സ്പിയറിയൻ സോണറ്റിനെ കുറിച്ച് നോക്കാം. ഷേക്സ്പിയറിയൻ സോണറ്റ് എന്ന് പറയപ്പെടുന്നത് ഇംഗ്ലീഷ് സോണറ്റ് ഓർ എലിസബത്തൻ സോണറ്റ് എന്നാണ്. 16th സെഞ്ച്വറിയിലെ സോണറ്റിനെ ബ്രിട്ടനിൽ പോപ്പുലറൈസ് ചെയ്യിപ്പിച്ചത് തോമസ് വ്യാട്ട് ആൻഡ് ഹെൻറി ഹോവാർഡാണ്. ഈ 16th സെഞ്ച്വറിയിലെ ബ്രിട്ടനിലുണ്ടായ സോണറ്റ് നമ്മൾ ഇംഗ്ലീഷ് സോണറ്റ് എന്നോ എലിസബത്തൻ സോണറ്റ് എന്നോ അറിയപ്പെടുന്നു. എലിസബത്തൻ സോണറ്റ് എന്ന് ഷേക്സ്പിയറിൻ്റെ സോണറ്റിനെ അറിയപ്പെടാൻ കാരണം എലിസബത്തൻ ഏജിലെ പ്രമുഖനായിട്ടുള്ള ഒരു പോയറ്റായിരുന്നു ഷേക്സ്പിയർ. അതുകൊണ്ടാണ് എലിസബത്തൻ സോണറ്റ് എന്ന് ഇംഗ്ലീഷ് സോണറ്റിനെ ഓർ ഷേക്സ്പിയറിയൻ സോണറ്റിനെ അറിയപ്പെടാനുള്ള കാരണം. 154 സോണറ്റാണ് ഷേക്സ്പിയർ എഴുതിയിരിക്കുന്നത്. ഇത് എഴുതിയ കാലഘട്ടം എന്ന് പറയുന്നത് 1590 മുതൽ 1609 വരെയാണ്. ഇത് ആദ്യമായി പബ്ലിഷ് ചെയ്തതെന്ന് പറയാം 1609 തോമസ് തോർപ്പാണ് ആദ്യമായിട്ട് ഷേക്സ്പിയറിൻ്റെ സോണറ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ദെൻ ഇനി സ്പെൻസേറിയൻ സോണറ്റ്. എന്താണ് സ്പെൻസേറിയൻ സോണറ്റിൻ്റെ പ്രത്യേകത? ഇത് ചെറിയൊരു സ്ലൈറ്റ്ലി ചേഞ്ചസ് മാത്രമുള്ള ഷേക്സ്പിയറിൻ്റെ സോണറ്റിൽ നിന്ന്. ദെൻ ഇറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ എഡ്മണ്ട് സ്പെൻസർ ആണ്. ഇത് 9 ലൈൻ സ്റ്റാൻസയാണ് ഇതിൻ്റെ പ്രത്യേകത. 3 ഇൻ്റർലോക്ഡ് ക്വാർട്രെയിൻസ് ആൻഡ് ഫൈനൽ കപ്ലറ്റ് ആണ് ഈ ഒരു സ്പെൻസറിയൻ സോണറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിൻ്റെ റൈം സ്കീം എന്ന് പറയുന്നത് ABAB BC CD EE എന്നാണ്. സ്ട്രക്ചർ ഓഫ് സ്പെൻസേറിയൻ സോണറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാർട്രെയിൻസ് റൈം സ്കീം ABAB, ദെൻ സെക്കൻഡ് ക്വാർട്രെയിൻസ് റൈം സ്കീം BC തേർഡ് ക്വാർട്രെയിൻസ് റൈം സ്കീം CD എൻഡിങ് കപ്ലറ്റ് റൈം സ്കീം EE എന്നാണ്. ദെൻ ഒന്നും കൂടെ നമ്മൾക്ക് ആദ്യം മുതലേ ഈ സോണറ്റ് എന്താണ് എന്ന് ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോകാം. സോണറ്റ് എന്താണ്? സോണറ്റ് എന്ന് പറയുന്നത് 14 ലൈൻസ് പോയമാണ്. ഇത് ഡിറൈവ് ചെയ്തിരിക്കുന്ന ഇറ്റാലിയൻ വേർഡാണ്. ആ വേർഡ് സോണറ്റ് എന്നാണ്. ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഇറ്റാലിയൻ വേർഡ് സോണറ്റ് എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ലിറ്റിൽ സോങ് ഓർ ലിറ്റിൽ പോയം എന്നാണ്. ഇറ്റ് ഹാസ് ഫിക്സ്ഡ് റൈം സ്കീം. ഇറ്റ് യൂസസ് അയാംബിക് പെൻറ്റാമീറ്റർ. ദ റൈറ്റേഴ്സ് ഓഫ് sonnets are called sonneteers. Then its origin in 13th century in Italy. Francesco Petrarch is a famous Italian sonneteer. So the Italian sonnets is also known as Petrarch sonnets. ഈ പെട്രാർക്കൻ സോണറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ
8 ലൈൻസ് പ്ലസ് 6 ലൈൻസ് ആണ്. 8 ലൈൻസിനെ നമ്മൾ ഒക്ടാവ എന്നും 6 ലൈൻസിനെ നമ്മൾ സെസ്റ്ററ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു ഇറ്റാലിയൻ ഒക്ടാവയുടെ പർപ്പസ് എന്ന് പറയുന്നത്, അത് 8 ലൈൻസിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്, ഇത് ഒരു പ്രോബ്ലത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയോ ഒരു സിറ്റുവേഷനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയോ ഒരു ഡിസയറോ കോൺഫ്ലിക്റ്റോ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയോ ചെയ്യുന്നതാണ്. എന്നാൽ സെസ്റ്ററ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പർപ്പസിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് സെസ്റ്ററ്റിൻ്റെ എയിം എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാന റൈം സ്കീം എന്ന് പറയുന്നത് ABBA ABBA CDE CDE ആണ്. The beginning line of the sestet is known as volta. The 9th line of the poem is sonnet is known as volta. Then Shakespearean sonnets. The Shakespearean sonnets English sonnet എന്നറിയപ്പെടുന്നു, or Elizabethan sonnet എന്നറിയപ്പെടുന്നു. ഇത് 16th സെഞ്ച്വറിയിലാണ് ബ്രിട്ടനിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇത് ഫേമസ് ആക്കിയ ആളുകൾ തോമസ് വ്യാട്ട് ആൻഡ് ഹെൻറി ഹോവാർഡ് ആണ്. ഷേക്സ്പിയറിയൻ സോണറ്റിനെ എലിസബത്തൻ സോണറ്റ് എന്നാണ് അറിയാൻ കാരണം ഷേക്സ്പിയർ ഒരു എലിസബത്തൻ ഏജിലെ പ്രമുഖനായിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു പോയറ്റ് ആയതുകൊണ്ടാണ്. 154 സോണറ്റ്സ് ആണ് ഷേക്സ്പിയർ എഴുതിയിരിക്കുന്നത്. സോണറ്റ്സ് ഫസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് തോമസ് തോർപ്പാണ്. 1609 പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഈ സോണറ്റ്സ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് മിസ്റ്റർ WH മിസ്റ്റർ WH ഇറ്റ് മേ ബി വില്യം ഹെർബർട്ട് ഓർ വില്യം റൈത്തസ്ലി. വില്യം റൈത്തസ്ലി ഈസ് ഓൾസോ നോൺ ആസ് എയർ ഓഫ് സതാംപ്ടൺ. The most popular sonnets is sonnet 18, 121 to 126 sonnets addressing young man, then 127 to 152 sonnets addressing dark lady, then 153 to 154 sonnets addressing Cupid or Roman god of love or celebration of love. The first 17th sonnets are called procreational sonnets. അപ്പോൾ സോണറ്റ്സിനെ കുറിച്ചും ആരൊക്കെയാണ് പ്രധാന സോണറ്റിയേഴ്സ് എന്നതും അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഈ വീഡിയോയിൽ നിങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.